എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. ടോപ്പ് സോൾസ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് സോൾസ്, പേജ് ഓഫ് വാൻഡ്സ്, എംപറർ, വേൾഡ് കാർഡ്. ഇതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം ആദ്യമേ വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു വളരെ അധികം പ്രതീക്ഷകൾ നൽകുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു പുത്തൻ ഒരു പുതിയ ജന്മം കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നാളുകളായിട്ട് ചിലപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഇന്ന് എൻഡായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പുതിയ തുടക്കം കിട്ടുന്നുണ്ട്. ചില ആളുകൾ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകളായിരുന്നിരിക്കാം. ചിലർക്ക് ബെഡ് റെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ ഇരുന്ന ആൾക്കാരുണ്ടാവാം. അവരൊക്കെ അതിനകത്ത് നിന്നും റിക്കവറായി വളരെ ഊർജ്ജസ്വലരായി തിരിച്ചു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ അത് മറ്റുള്ളവരെയും ബാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില ആളുകൾ കുറേ നാളുകളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ എഫേർട്ടിന് ഇത്ര നാളും ഫലം കിട്ടുന്നില്ല എന്നൊരു ചിന്തയുണ്ടാകും. പക്ഷെ അത് മാറി ഇന്ന് അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ടു ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ കാര്യങ്ങൾ ഒരു ശ്രദ്ധ കാണിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് അവർ കുറേ നാളുകളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിന് അവരുദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ആ കാര്യത്തിലുള്ള ഫോക്കസ് വിട്ടുകളയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ടും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫോക്കസ് അതിനകത്ത് നമ്മൾ മാറ്റും. അങ്ങനെ ഫോക്കസ് വിട്ടുകളഞ്ഞിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. സെവൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ അശ്രദ്ധ മൂലം ചില ആളുകൾക്ക് ഇന്ന് ചതി പറ്റാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ഇല്ലാതിരിക്കുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് കുറയും. അങ്ങനെ കോൺഫിഡൻസ് കുറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്ന നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതിനേക്കാളും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾക്ക് നമ്മളെ കൂടുതലായിട്ട് ചീറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് മുൻകൂട്ടി പറയുന്നുണ്ട്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്.
ഇങ്ങനെ അശ്രദ്ധ മൂലം നിങ്ങൾക്ക് ഒരു മണിയുടെ ചീറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പോൾ പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം ഇന്ന് ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ. ഈ ചീറ്റിംഗ് എനർജി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എംപററാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ചില അംഗീകാരങ്ങളും പ്രശംസകളും ഒക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചില ആളുകൾ ചില സംഘടനകളുടെയൊക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. വളരെയധികം എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾക്കൊരു ചെറിയ പ്രശംസ, അംഗീകാരം ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ സോള് വളരെയധികം എൻറിച്ച് ആവുന്നു, വളരെയധികം ഹാപ്പി ആവുന്നുണ്ട് നമ്മുടെ സോള്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സോള് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ സോളിനെ ഹാപ്പി ആക്കി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു കിട്ടും എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം ചില ആളുകൾ എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കാനുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് വളരെ ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഒരു ഉയർന്ന എനർജിയിൽ കൂടിയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റീബർത്ത് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് കുറേ ആൾക്കാരുള്ളത്. അപ്പോൾ അവർക്ക് ഇന്ന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. പല ആളുകൾക്കും അവരവരുടെ ജോലിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പാഷനെ ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമുക്ക് പാഷനെ ഫോളോ ചെയ്യാൻ സമയം കിട്ടാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ പാഷനെ വേണ്ടി സമയം കണ്ടെത്തുന്നു, അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നു. അതുമൂലം നിങ്ങൾക്ക് ഇന്ന് വളരെ സംതൃപ്തി അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. വളരെ സന്തോഷത്തിലായിരിക്കും നമ്മുടെ പാഷന് വേണ്ടി നമുക്ക് ടൈം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൊണ്ട്. അടുത്തത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ലോകം കീഴടക്കിയ ഒരു അവസ്ഥയാണ്. ഒരു ലോകം കീഴടക്കിയ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിനേക്കാളും വളരെ വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നൊരു ലോകം കീഴടക്കിയ സന്തോഷത്തിലാണ് ഇന്ന് കടന്നു പോകുന്നത്. ചിലർക്ക് ഇന്നൊരു വിവാഹം തീരുമാനിക്കുന്നുണ്ടാവും. എന്തൊക്കെയായാലും നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയൊരു തലത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്നു. ആ ഒരു സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എനിക്ക് ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ദിവസം നല്ലൊരു എനർജിയിൽ ഇരിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. നല്ലൊരു എനർജിയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തന്നത്. ആ എനർജിയിൽ തന്നെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.